നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരാളായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കളീഗ്സും നിങ്ങളുടെ ബോസും നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ താഴെയുള്ളവരും നിങ്ങളുടെ മേലെയുള്ളവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ പാരൻസ് പോലും നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പൊതുവെ എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരും എന്നെ താഴ്ന്നൊരു നിലവാരത്തിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമായിരിക്കില്ല, അല്ലേ? പല റിസർച്ചുകളിലും ഇത് പറയുന്നുണ്ട്. മനുഷ്യന് പല ബേസിക് നീഡുകളുമുണ്ട്. ഭൗതികമായ നീഡുകൾ വേറെ, മനുഷ്യന് പല ബേസിക് നീഡ്സ് ഉള്ളിലുണ്ട്. അതുകൂടാതെ നമുക്ക് ഒരിക്കലും സന്തോഷമായിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ബേസിക് നീഡാണ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീമിന്റെ നീഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ റെസ്പെക്റ്റ് നമുക്ക് കൂടെയുള്ളവരിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് കൊണ്ട് നമ്മളെ ഫുൾഫിൽ ചെയ്യുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് പേര് ഇങ്ങനെയുണ്ട്, ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ടാവും. എന്നാൽ പണം സമ്പാദിച്ചതിന് ശേഷവും അവർക്ക് വേണ്ടത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യരും റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നു. റെസ്പെക്റ്റ് വേണം ഒരു മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ. എന്നാൽ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അത്ര റെസ്പെക്റ്റ് കിട്ടുന്നില്ല. അതിനുള്ള കാരണം മറ്റുള്ളവർക്ക് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്ന വിധത്തിലുള്ള സ്വഭാവ വിശേഷതകൾ നമ്മളിലില്ല. നമ്മളുടെ സ്വഭാവ വിശേഷതകൾ ആർക്കും റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നാത്ത വിധത്തിലുള്ളതാണ് എന്നതാണ് കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റെസ്പെക്റ്റ് നമുക്ക് കിട്ടുകയുമില്ല. നമ്മൾക്ക് അതുമൂലമുണ്ടാകുന്ന സന്തോഷം നഷ്ടമാവുകയും ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പെക്റ്റ് മറ്റുള്ളവരുടെ ഇടയിൽ ചോർന്നു പോകാൻ സാധ്യതയുള്ള 11 ഹാബിറ്റുകളെ കുറിച്ച് പറഞ്ഞുതരാം. നമ്പർ 1, എ ലോ സ്റ്റാറ്റസ് ലൈഫ്. ചില ആളുകൾ വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, എന്നിട്ടും അവരെ ആരും റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതിനുള്ള കാരണം എന്തായിരിക്കും? ഒന്നുകിൽ അവർക്ക് പണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പവർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഉണ്ടാകില്ല. നിങ്ങളെ വേദനിപ്പിക്കുവാൻ വേണ്ടി പറയുകയല്ല, പക്ഷെ നിങ്ങൾക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അതായത് നിങ്ങളുടെ കയ്യിൽ പണവുമില്ല, നിങ്ങളുടെ കയ്യിൽ പവറുമില്ല, നിങ്ങളുടെ കയ്യിൽ സ്റ്റാറ്റസും ഇല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുവാനുള്ള സാധ്യത സമൂഹത്തിൽ വളരെ കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് ഹാബിറ്റ് അല്ലല്ലോ, ഇതെല്ലാം എന്റെ വിധിയല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ ബിൽഗേറ്റ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. നിങ്ങളൊരു ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ നിങ്ങളൊരു ദരിദ്രനായി തന്നെ മരിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ തെറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദരിദ്രനായി ജീവിക്കേണ്ടി വരുന്നത് കൂടുതലും ആളുകൾ തങ്ങളുടെ കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത്. പുതിയൊരു കാര്യം ചെയ്യുവാൻ ആരും തന്നെ അധികം പ്രയത്നിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പുതിയൊരു കാര്യം പഠിച്ചെടുക്കുവാനും ആരും ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, ഇന്നത്തെ കാലമുണ്ടല്ലോ, ഇതുപോലെ ഹിസ്റ്ററിയിൽ എപ്പോഴും സംഭവിച്ചിട്ടില്ല. അതായത് നിങ്ങൾക്കൊരു ധനികനാവണമെങ്കിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഒരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇങ്ങനൊരു കാലത്തിൽ നിങ്ങൾക്ക് ധനികനാകാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്തോ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇന്റർനെറ്റ് മൂലം, മൊബൈൽ മൂലം ഒരു ഗ്രാമത്തിലിരിക്കുന്ന ആൾക്ക് പോലും എത്ര വേണമെങ്കിലും പണം സമ്പാദിക്കാവുന്ന അവസ്ഥയാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ കുടുങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വിഷൻ കാണുന്നില്ല, വലിയ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല, അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല, നിങ്ങൾ കേവലം സമയം ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ധനികനാവുകയുമില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ധനികനാവുകയുമില്ല, നിങ്ങളെ അത് കാരണം മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുകയുമില്ല. ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാം. അവർ വളരെ നല്ല മനുഷ്യരാണ്, പക്ഷെ അവരുടെ കയ്യിൽ പണവുമില്ല, സ്റ്റാറ്റസും ഇല്ല, പവറുമില്ല. അത് കാരണം സൊസൈറ്റിയിൽ അവർക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്ത അവസ്ഥ. ഇത് വളരെ കൈപ്പേറിയ ഒരു സത്യമാണ്, പക്ഷെ നമ്മളിത് മനസ്സിലാക്കി വെക്കണം. ധനം സമ്പാദിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോകൾ ഞങ്ങൾ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ജീവിതത്തിന് ഒരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാൻ ധനം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടാം. നമ്മളുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡ്രീം ജോബ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഫസ്റ്റ് ഹയറിംഗ് ടെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് റീലെവൽ. ഇതിനു മുമ്പും റീലെവലിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. റീലെവലിന്റെ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഫ്രീ ആയ ഒരു ടെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കില്ലുകൾ തെളിയിക്കുക, പിന്നെ ക്രെഡ്, മിഷു, യാത്ര ഇതുപോലെയുള്ള 200ഓളം കമ്പനികളിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോബ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് മൊബിലിറ്റി പ്ലാറ്റ്ഫോമായ ഓല കമ്പനിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്വാതി റാണിയുടെ കഥയാണ്. സ്വാതി കുറച്ചു ദിവസം മുമ്പ് റീലെവൽ ടെസ്റ്റ് പാസ്സായി. അതിലൂടെ ഗ്രീഡി ഗെയിം കമ്പനിയായ MEI HR ഫീൽഡിൽ ജോലി നേടി. ഇതിൽ കൗതുകകരമായ കാര്യം, നേരത്തെ ബിസിനസ് ഡെവലപ്മെന്റ് പരീക്ഷ റീലെവലിലൂടെ അറ്റൻഡ് ചെയ്ത് യോഗ്യത നേടിയിരുന്നു സ്വാതി. സ്വാതിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് സ്വാതിയുടെ ട്വിറ്റർ ഹാൻഡിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സ്വാതി ഈ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും സ്വാതിയുടെ താല്പര്യം HR റോളുകളായിരുന്നു. HR ടെസ്റ്റിലൂടെ അവൾ യോഗ്യത നേടുകയും ചെയ്തു. ചെറുപ്പം മുതൽ വ്യത്യസ്ത മേഖലകളിലായിരുന്നു തന്റെ താല്പര്യമെന്ന് സ്വാതി റീലെവൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. കോളേജിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ തന്റെ കരിയർ തീരുമാനിക്കണമെന്ന് സ്വാതി ആഗ്രഹിച്ചു. സ്വാതിയുടെ താല്പര്യത്തിനനുസരിച്ച് ആ അവസരങ്ങൾക്ക് വ്യത്യസ്തമായ മേഖലകൾ ആവശ്യമാണ്. ഇക്കാരണത്താൽ 2 വ്യത്യസ്ത ഡൊമൈനുകളിലെ ടെസ്റ്റുകൾ പാസ്സായി സ്വാതിക്ക് ഇഷ്ടമുള്ള ജോലി ലഭിച്ചു. ജോലി തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളെ അർഹിക്കുന്ന ശരിയായ പാതയിലേക്ക് നയിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് സ്വാതി.
ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ സ്വാതിയുടെ ഈ കഥ ഷെയർ ചെയ്യുക. അവരുടെ പരിശ്രമം നിർത്താതിരിക്കാൻ അവരെ പ്രചോദിപ്പിക്കുക. റീലെവലിലൂടെ അവർക്ക് തീർച്ചയായും അവരുടെ ഡ്രീം ജോബ് നേടുവാൻ കഴിയും. നിങ്ങൾക്കും ഈ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കും റീലെവൽ അച്ചീവേഴ്സിൽ ഒരാളാകാം. ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സ്പെഷ്യൽ ഓഫറും HR ഓഫറും പ്രകാരം 10 ദശലക്ഷത്തിലധികം തൊഴിൽ ഓഫറുകൾ ലഭിച്ചു. അതും ശരാശരി 6 LPA ശമ്പളത്തിൽ. കൂടാതെ APM നൽകുന്ന ശരാശരി ശമ്പളം 12 LPA ആണ്. റീലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടെക് മുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരെ 2000-ലധികം തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ലൈഫിൽ ബെസ്റ്റായി പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. നിങ്ങൾ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കൂ. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് മടങ്ങി വരാം. നിങ്ങൾ ഉപേക്ഷിക്കേണ്ട രണ്ടാമത്തെ ശീലമാണ് ലൈ ആൾ ദ ടൈം. ആർക്കും ഇടയ്ക്കിടെ നുണ പറയുന്ന ഒരാളെ തീരെ ഇഷ്ടമായിരിക്കില്ല. പ്രത്യേകിച്ചും ഒരാളെ വളരെ താഴ്ത്തി കളയാൻ വേണ്ടിയിട്ടോ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിലൊക്കെ നുണ പറയുന്നത് ആർക്കും ഇഷ്ടമാകില്ല. ചില ആളുകൾ അവനവനെ ഒന്ന് പൊക്കി കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവനവന്റെ ദൗർബല്യങ്ങൾ മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ നുണ പറയും. ചിലരാണെങ്കിൽ എല്ലാ കാര്യത്തിലും നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഏത് കാര്യത്തിലും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സൊസൈറ്റി പൊതുവെ ഇഷ്ടപ്പെടില്ല. കാരണം അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരാൾ നമുക്ക് റെസ്പെക്ട് തരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ട്രസ്റ്റും റെസ്പെക്റ്റും പരസ്പര പൂരകങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചില ആളുകൾ ഇത്രയധികം നുണ പറയും. അത് കാരണമാണ് അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതും അവരെ റെസ്പെക്ട് ചെയ്യാത്തതും. ഒരാൾ ഫോൺ ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ബിസിയാണ്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹം ചിലപ്പോൾ കിടക്കയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത്ര സില്ലി കാര്യങ്ങൾക്ക് പോലും നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഏതൊരു കാര്യത്തിനും എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പൊതുവെ തന്നിൽ നിന്ന് അകറ്റി നിർത്താനായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുക. അവരെ റെസ്പെക്ട് ചെയ്യാനും ആരും ഇഷ്ടപ്പെടില്ല. എന്നാൽ ചില ആളുകൾ എങ്ങനെയാണ്, അവരവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും, അതായത് അവർക്കൊന്നും മറക്കാനില്ലാത്ത പോലെ അവരെല്ലാം ഓപ്പണായി സംസാരിക്കും. അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടും. തന്റെ ദുർബലതകളാണെങ്കിലും തന്റെ കുറവുകളാണെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്നവരെ ലോകത്തിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യും. നമ്മൾ നമ്മുടെ കുറവുകളെയോ നമ്മുടെ പ്രശ്നങ്ങളെയോ നമ്മൾ തുറന്നു പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ തുറന്നു പറയുന്ന സമയത്ത് നമ്മുടെ ഇമേജിനെ അത് ബാധിക്കുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാൻ കൂട്ടാക്കാത്തത്. എന്നാൽ നമ്മൾ വാസ്തവത്തിൽ എന്താണോ നമ്മൾ അതുപോലെ തന്നെ എല്ലാവരോടും തുറന്നു പറയാനും അത് തന്നെ പ്രകടിപ്പിക്കാനും തയ്യാറാണെന്നുണ്ടെങ്കിൽ അതാണ് എല്ലാവർക്കും ഇഷ്ടം. ആർക്കും അഭിനയിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഓപ്പണായി എല്ലാം തുറന്നു പറയുന്നവരെ സമൂഹത്തിന് വളരെ ഇഷ്ടമായിരിക്കും. അവരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് സത്യം പറഞ്ഞിട്ട് റെസ്പെക്ട് കിട്ടുന്നത് ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ ആരോടും നുണ പറയാൻ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ഉള്ളത് അതുപോലെ തന്നെ തുറന്നു പറയൂ. അതിലൂടെ നിങ്ങൾക്ക് റെസ്പെക്ട് ഫ്യൂച്ചറിൽ കിട്ടും. തുടക്കത്തിലുള്ള ആ ഭയം നിങ്ങൾ മാറ്റിവെക്കും. ലോകത്തിൽ എല്ലാവരും വായ തുറന്ന നുണ മാത്രം പറയുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സത്യം മാത്രം പറയുന്ന ഒരാളായി മാറുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സൊസൈറ്റിയിൽ വലിയ റെസ്പെക്റ്റിനുള്ള ഒരു കാരണമായി മാറും. ഹാബിറ്റ് നമ്പർ 3, നോ ബൗണ്ടറീസ്. ചില ആളുകൾ എങ്ങനെയാണ്, അവർ എല്ലാവരോടും അവരവരുടെ രീതിയിൽ തന്നെ ഇടപഴകും. വലിയവരോടും ചെറിയവരോടും കുട്ടികളോടും ഒക്കെ ഇടപഴകും. ചില സമയത്ത് കുട്ടികളുടെ കൂടെ കുട്ടികളെ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കും. കുട്ടിക്കളിക്ക് വേണ്ടി നിന്നു കൊടുക്കും. വലിയ ആളുകളുടെ കൂടെ പോകുമ്പോൾ ആ രീതിയിൽ നിൽക്കും. ആരുടെ കൂടെ എങ്ങനെ നിൽക്കണമോ അതിനനുസരിച്ചൊക്കെ അവർ തന്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കും. അവർക്ക് സ്വന്തമായി വ്യക്തിത്വമേ ഉണ്ടാവില്ല. മുന്നിൽ വരുന്ന ആളുകൾക്കനുസരിച്ച് എല്ലാം വ്യക്തിത്വം മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ ചെറിയ കുട്ടികൾ പോലും റെസ്പെക്ട് ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ അവരുടെ സ്വഭാവത്തിന് ഒരു കൃത്യമായ ബൗണ്ടറി നിശ്ചയിച്ച് വെച്ചിട്ടില്ല. അവരൊരു വെള്ളം പോലെ എവിടെ ഒഴുകിപ്പോയോ ആ രൂപത്തിലേക്ക് മാറുന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് അവരുടെ വ്യക്തിത്വം ഒരു സ്റ്റേബിളായി മാറിയിട്ടില്ല. ഇങ്ങനെ യാതൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാത്ത ഹാബിറ്റ്, ഇങ്ങനെ യാതൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാത്ത ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവർ അവർക്കായിട്ട് തന്റെ ജീവിതത്തിൽ ഒരു റൂളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടി ചില വാല്യൂസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യത്തിനെയും സീരിയസ് ആയിരിക്കില്ല. എല്ലാം കുട്ടിക്കളിയായിരിക്കും. അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു എത്തിക്സോ വാല്യൂസോ ഉണ്ടാവുകയുമില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വാല്യൂ കമ്മിയായി തുടങ്ങും. അതിലൂടെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ശീലം ആളുകൾ വിട്ടു തുടങ്ങും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ നോ പറയേണ്ടതായിട്ട് വരും. എന്നാൽ നോ പറയാൻ അറിയാത്ത പല ആളുകളുമുണ്ട്. അവർ മറ്റുള്ളവർക്കനുസരിച്ച് എപ്പോഴും ജീവിക്കേണ്ടി വരും. അത് കാരണം അവർക്ക് റെസ്പെക്ട് ഒരിക്കലും കിട്ടുകയുമില്ല. അതുകൊണ്ട് നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മൾ നോ പറയേണ്ട ഒരു ഹാബിറ്റ് കൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. നമ്മുടെ എത്തിക്സ് ആൻഡ് വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അടുത്ത ഹാബിറ്റാണ് ആൾവേസ് ബീയിങ് അവൈലബിൾ. നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയ പോലെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു തിരക്കുമില്ല, നിങ്ങൾ എപ്പോഴും ആർക്ക് വേണമെങ്കിലും ആക്സസിബിൾ ആണ് എന്ന പോലെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ റെസ്പെക്ട് ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് മാറും. നമ്മുടെ അച്ഛനും അമ്മയും എപ്പോഴും നമ്മൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവർ നമ്മൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അവർ അവൈലബിളുമാണ്. അത് കാരണത്താൽ പൊതുവെ എന്ത് സംഭവിക്കാറുണ്ട്, അച്ഛനും അമ്മയും റെസ്പെക്ട് ചെയ്യുന്ന കാര്യം കുട്ടികൾ മറന്നു പോകാറുണ്ട്. ഇത് ബോധപൂർവ്വം ചെയ്യുന്നതല്ല, എന്നാൽ ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകും. എപ്പോഴും കാണുന്ന ആളുകൾ, എപ്പോഴും അവൈലബിൾ ആയ ആളുകളെ വലിയ റെസ്പെക്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതായത് എപ്പോഴും അവൈലബിൾ ആയ ആളുകൾക്ക് മനസ്സിനുള്ളിൽ വാല്യൂ കുറഞ്ഞു പോകുന്ന ഒരു പ്രവണതയുണ്ടാകും. മനുഷ്യന്റെ സൈക്കോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് അധികം ലഭ്യമല്ലാത്ത ലിമിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ, എപ്പോഴും കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോടായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അതിനോടായിരിക്കും നമുക്ക് റെസ്പെക്ട് ഉണ്ടാവുക. എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നിനോട് നമുക്ക് പൊതുവെ റെസ്പെക്റ്റും ഇഷ്ടവും കുറയും. ഇങ്ങനെയാണ് മനുഷ്യന്റെ സൈക്കോളജി പറയുന്നത്.
എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നിനോട് നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് സൈക്കോളജി. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഓക്സിജൻ ജീവിക്കാൻ വളരെ ആവശ്യമാണ്, എന്നാൽ നമുക്ക് ഓക്സിജന് യാതൊരു ദാരിദ്ര്യവും ഇല്ലാതെ എപ്പോഴും അവൈലബിൾ ആണ്. അത് കാരണം ഇത്രയും അത്യാവശ്യമായ ഒരു കാര്യത്തിനെ പോലും നമുക്ക് വലിയ വാല്യൂ ഇല്ല, അതിനെ റെസ്പെക്റ്റും ചെയ്യുന്നില്ല. എന്നാൽ ഓക്സിജൻ കുറഞ്ഞു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഓക്സിജൻ കുറവുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയിപ്പെട്ടാൽ മാത്രമാണ് ഓക്സിജന്റെ വില എന്താണെന്ന് അറിയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഓക്സിജനോട് റെസ്പെക്ട് ഉണ്ടാവുകയും ചെയ്യൂ. അതുപോലെ നിങ്ങളും എപ്പോഴും അൺഅവൈലബിൾ ആയിരിക്കണം. നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയ പോലെ ജീവിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആളുകൾക്ക് നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. എന്നാൽ എപ്പോഴും ആർക്കും അവൈലബിൾ ആയ പോലെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു തുടങ്ങും, നിങ്ങൾക്ക് റെസ്പെക്ട് കുറയും. അടുത്ത ഹാബിറ്റാണ് ടോക്കിംഗ് ടു മച്ച്. ആരാണോ വളരെ കുറച്ച് സംസാരിക്കുന്നത്, അവരുടെ ആ കുറച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമുണ്ടാവും. എപ്പോഴും ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്നത് ഒരുപാട് വേസ്റ്റ് ആയിരിക്കും. എന്നാൽ അതിനിടയിൽ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാൻ ആർക്കും താല്പര്യമുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് കാരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ മാത്രം സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, ബാക്കി സമയത്തൊക്കെ സൈലന്റ് ആയിരിക്കുന്നവർ. അവർ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ സൈലന്റ് ആയി അത് കേൾക്കാൻ തയ്യാറെടുക്കും. എന്നാൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ആർക്കും വലിയ താല്പര്യമുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ വളരെ റയറായി മാത്രം സംസാരിക്കുന്നവർ സംസാരിക്കുന്ന സബ്ജക്റ്റ് എല്ലാം വളരെ കിടിലനായിരിക്കും. എന്നാൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സംസാരിക്കാൻ സബ്ജക്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല, അതിൽ റെസ്പെക്റ്റും ഉണ്ടായിരിക്കില്ല. ഒരുപാട് സംസാരിക്കുന്നവരെ അതുകൊണ്ട് സമൂഹം വാല്യൂ കുറച്ച് കാണും, അവരെ റെസ്പെക്ട് ചെയ്യുകയുമില്ല. അതുപോലെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വായിൽ നിന്ന് അബദ്ധങ്ങൾ കൂടുതലായി വീണുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള വക കിട്ടിക്കൊണ്ടിരിക്കും. റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് കിട്ടുകയുമില്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം ചിന്തിച്ച ശേഷം മാത്രമേ ഏതൊരു കാര്യത്തിലും സംസാരിക്കാൻ പോകാവൂ. എന്നാൽ സംസാരിച്ചതിന് ശേഷം പിന്നെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വിഡ്ഢികളായിരിക്കും. അടുത്ത പോയിന്റ്, നോട്ട് റെസ്പെക്ടിങ് അതേഴ്സ്. മനുഷ്യന്റെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും തരികയുമുള്ളൂ. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഒരു ലോ ആണിത്. കൊടുക്കാതെ യാതൊന്നും കിട്ടുകയില്ല. നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു ഉപകാരം കിട്ടുകയുള്ളൂ. നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്കും ഒരു ഗിഫ്റ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അവരും നമ്മളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങും. റെസിപ്രോസിറ്റി എന്നാണ് ഇതിനെ പറയുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത ഒരു പരിധിവരെ കൂടുതലായിരിക്കും. നിങ്ങൾ ആരെ റെസ്പെക്ട് ചെയ്യാൻ തയ്യാറല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന കാര്യത്തിലും ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ തുടങ്ങും. മറ്റുള്ളവരെല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യാമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റെസ്പെക്ട് തിരിച്ചു കിട്ടാൻ തുടങ്ങും. നെക്സ്റ്റ് ഹാബിറ്റാണ് സെൽഫ് സെന്റേഡ്നെസ്. ചില ആളുകൾ സംസാരിക്കുന്ന സമയത്തില്ലേ അവരുടെ കാര്യങ്ങൾ മാത്രമേ അവർ പറയുകയുള്ളൂ. അവരെ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവരെ കുറിച്ച് തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാൻ പോലും തയ്യാറാവില്ല. തന്നെ പൊക്കി സംസാരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ അവരെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർ പതുക്കെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. ഇങ്ങനെ അവനവനെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള ആളുകളെ ആർക്കും പൊതുവെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അവരെ ആരും റെസ്പെക്ട് ചെയ്യുകയുമില്ല. ഒരുപാട് വേസ്റ്റ് ടോക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ നെഗറ്റീവ് ടോക്ക് ചെയ്യുന്നവരെ പോലെ തന്നെയാണ് എപ്പോഴും തന്നെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളെ ആരും ഇഷ്ടപ്പെടാറില്ല. ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം വന്ന് കയറിയാൽ തന്നെ എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളാകാൻ പാടില്ല. റെസ്പെക്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കാര്യങ്ങൾ പറയുകയും വേണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. ലാസ്റ്റ് ഹാബിറ്റാണ് ഹാവിങ് നോ നോളജ്. അതായത് നിങ്ങൾ തീരെ അറിവില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഏതൊരു അറിവും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നേടിയെടുക്കാവുന്ന കാലഘട്ടമാണ്. അറിവില്ലാത്തൊരു വ്യക്തിയായി തുടരേണ്ട യാതൊരു ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിറയെ അറിവ് ആവശ്യമാണ്. മുൻപെല്ലാം നിങ്ങൾക്കൊരു കാര്യം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറിയിൽ പോകണം, ബുക്കുകൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ വാടകയ്ക്ക് ബുക്ക് എടുത്ത് വായിക്കണം. ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നാണെന്നുണ്ടെങ്കിൽ എന്ത് വലിയ നോളജ് ആണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോലും പല ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. എന്നിട്ടും ഒരുപാട് ആളുകൾ യാതൊരു അറിവുമില്ലാത്തവരായി തുടരുന്നു. എന്നാൽ കയ്യിൽ അറിവുള്ളവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പൈസ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണത്. ഇത്രയെല്ലാം ഗാഡ്ജറ്റ്സ് ഉണ്ടായിട്ടും നമുക്ക് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നോ നമുക്ക് അതിനുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവില്ല എന്ന് മാത്രമല്ല, എങ്ങനെയാണ് അറിയുക എന്നുള്ളത് അന്വേഷിക്കുന്നുമില്ല. ഇന്ന് ജീവിക്കുന്ന നമ്മൾ ലോകത്തിലെ ഇക്കോണമി എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ് ഇക്കോണമിയാണ്. ഒരു കാലത്ത് മനുഷ്യന്റെ കായികക്ഷമതയും ശാരീരികമായിട്ടുള്ള പവറുകളും വെച്ചിട്ടായിരുന്നു ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇങ്ങനൊരു കാലമാണ്. ഇന്നത്തെ ആളുകളുടെ കയ്യിൽ നോളജ് ഉണ്ടോ, അവർക്കെല്ലാം അറിയുമോ, അവരെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നോളജാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പവറായിട്ട് ഇന്ന് പരിഗണിക്കുന്നത്. ഈ നോളജിനെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ലോ, നോളജിനെ ആരും അക്വയർ ചെയ്യുന്നില്ലയോ അവരെ ആരും റെസ്പെക്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു നോളജബിൾ വ്യക്തിയായിട്ട് മാറണം.
തെറ്റായ അറിവുകൾ നിങ്ങൾ പഠിച്ചു വെക്കുകയും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പതുക്കെ ആളുകൾ റെസ്പെക്ട് ചെയ്യാതെയാകും, നിങ്ങളെ ഇഷ്ടപ്പെടാതെയുമാകും. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രിസൈസ് ആയിരിക്കണം. അതായത് നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുകയുള്ളൂ. നിങ്ങൾ അറിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഇതാണ് ആ 11 ശീലങ്ങൾ. നമ്മളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഈ 11 ശീലങ്ങൾ. ഈ 11 ശീലങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ 11 ശീലങ്ങളെ റീപ്ലേസ് ചെയ്ത് നല്ല ശീലങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊരു റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.